ഈ പോർണോഗ്രഫി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ആ ഒരു അതിൻ്റെ ടെക്സ്റ്റുവാലിറ്റി അതിൻ്റെ ഞാൻ ഒരു കാലത്ത് വരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു 10-20 വയസ്സ് വരെ ഞാൻ പോർണോഗ്രഫി പുസ്തകങ്ങൾ മലയാളത്തിൽ വായിച്ച കുറവാണ്, ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. അത് കിട്ടാനൊക്കെ അന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് മടുപ്പ് വരും, അത് വിഷയമില്ലാന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന പുസ്തകം നമ്മുടെ ചരമം കുറിപ്പുകളെ പറ്റിയുള്ള പുസ്തകം ഒബിച്ചറി. അത് ആരും ചെയ്യാത്ത കാര്യമാണ്. അത് മാതൃഭൂമി പത്രത്തെ ആധാരമാക്കി ചെയ്യാം. അത് മാതൃഭൂമിയിൽ മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ എല്ലാ പത്രം കിട്ടും, ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്, ആ പഠനത്തിന് എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറേ മുന്നേറിയിട്ടുണ്ട്. അത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ശുദ്ധമായ ഭാഷയായി ചരമം, ആ ഡെക്കറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് അതിൻ്റെ നറേറ്റീവിൽ വന്ന മാറ്റം, ഓരോ കാലത്ത് ഇതിൻ്റെ നറേറ്റീവിൽ മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല ആദ്യകാലത്ത് ഈ VIP മരണം മാത്രമേ പത്രത്തിൽ വരൂ. ഇപ്പം മരിച്ചവരുടെ അവകാശമാണ്. ഈ എഡിഷനൊക്കെ ധാരാളമുള്ളതുകൊണ്ട് എല്ലാ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ്റിൽ പോലും അങ്ങനത്തെ സമഗ്രമായ രേഖ ഉണ്ടാവില്ല. ലൈബ്രറികൾ ഒരു ഓഫീസ് പോലെയല്ല പ്രവർത്തിക്കേണ്ടത്, എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള സ്ഥലമായിട്ട് വേണം. അതുപോലെ മലയാളത്തിലെ മറ്റു നാടകങ്ങളും ഇങ്ങനെ വായിക്കാം. അതുപോലെ ഈ ഒരു കവിസമ്മേളനം, ഇതൊക്കെ ആ നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചിട്ട് കവിസമ്മേളനം. അപ്പോൾ ഒരു ലോക്കൽ ക്രിയേറ്റിവിറ്റി, ലോക്കൽ മോശം അർത്ഥത്തിലല്ല, ലോക്കൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ മാറേണ്ടത്. അതാണ് ഈ ലൈബ്രറിക്ക് ഇപ്പോൾ മെച്ചപ്പെട്ട ഗ്രാൻഡും മറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ഭാരവാഹികളാവാൻ പറ്റും താല്പര്യമാണ് ഇപ്പോൾ പഴയതിനേക്കാളും. ആണ് ഈ പൈസ കിട്ടുന്നുണ്ട് അവർക്കല്ല. ഈ ഗവൺമെൻറ് പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുസ്തകങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്, വാങ്ങിക്കാൻ എളുപ്പമാണ്. ലൈബ്രറി പുസ്തക മേളകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് പുസ്തകങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി വരുന്നുണ്ട്. പിന്നെ ലൈബ്രറിയിലും മോശമല്ലാത്ത ശമ്പളം ഗ്രാൻഡ് എന്തോ കൊടുക്കുന്നുണ്ട്, കൃത്യം അതിൻ്റെ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ലൈബ്രറികളുടെ പ്രവർത്തനം സുഗമമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. ഇതൊരു ഒഫീഷ്യൽ സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാനുള്ള പഠനം നടത്തിയിട്ടൊന്നുമില്ല. ഒന്ന് രാമായണം, ഈ ഹിന്ദു വീടുകളിലാണെങ്കിൽ രാമായണം, മഹാഭാരതമില്ല, മഹാഭാരതം വായിക്കില്ല. മഹാഭാരതം വീടുകളിൽ വായിക്കാൻ പറ്റിയ പുസ്തകമല്ല, അത് കലഹത്തിൻ്റെ പുസ്തകമല്ലേ, യുദ്ധത്തിൻ്റെ. അതുകൊണ്ട് വീട്ടിൽ കലഹം ഉണ്ടാവും. മഹാഭാരതം വീടുകളിൽ ഉണ്ടാവാറില്ല, കുറവാണ്. രാമായണം, കൃഷ്ണപ്പാട്ട് അത് ഈ മഴയുടെ സമയത്താണ് കൃഷ്ണപ്പാട്ട് വായിക്കുക. അപ്പോൾ ഈ മഴയുടെ ഒരു സംഗീതമായിട്ട് അതിന് ബന്ധമുണ്ടാവും. രാമായണ യുദ്ധത്തിൻ്റെ കഥയാണെങ്കിലും അവസാനം നല്ല സന്തോഷത്തിൽ അവസാനിക്കുന്നില്ല വിചാരത്തിൽ രാമായണവും വായിക്കും. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ ഒരു വല്യമ്മേൻ്റെ പേര് പറഞ്ഞില്ല, കുഞ്ഞക്കോമ്മ എന്ന പേര്, അവർ അതിമനോഹരമായിട്ട് രാമായണ കൃഷ്ണപാട്ടും വായിക്കും. അതെൻ്റെ മൊത്തം എൻ്റെ ഒരു സൗന്ദര്യബോധത്തിൻ്റെ സ്വാധീനം. അവർ മരിച്ചുവിടനെ കുറേ വർഷമായി. എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്. അവർ അതിമനോഹരമായിട്ട് വായിക്കും. അത് അർത്ഥം അറിഞ്ഞിട്ട് വായിക്കും. ചെറിയ വിദ്യാഭ്യാസമേ അവർക്കുള്ളൂ. എൻ്റെ വീട്ടിൽ അങ്ങനെ അധികം വിദ്യാഭ്യാസമില്ലാത്ത അച്ഛൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറയാം. ഞാൻ 7ാം ക്ലാസ്സിലോട്ട് പഠിക്കുമ്പോൾ വീട്ടിലേക്ക് വൈകുന്നേരം വന്നു. അപ്പോൾ ഞാൻ ഭക്ഷണപ്രിയനല്ല, ഇപ്പോഴും അല്ല. പക്ഷേ വൈകുന്നേരത്തെ ഭക്ഷണത്തോട് ഇഷ്ടമുണ്ട്. ഇതല്ല അത്താഴമല്ല, നമ്മൾ വൈകുന്നേരം കഴിക്കുന്നതല്ലേ, സ്കൂൾ വിട്ട് വന്നാലല്ലേ, അപ്പോൾ ക്ഷീണം ഉണ്ടാവില്ലേ. അപ്പോൾ മിക്കവാറും വീട്ടിൽ നിന്ന് ഈ ബേക്കറിയിൽ നിന്ന് അന്ന് വീട്ടിൽ മേടിച്ച് വെക്കുന്ന ശീലമില്ല. അവൽ കുഴച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ദോശ, രാവിലത്തെ ദോശ മുറിച്ചിട്ടിട്ട് അതിൻ്റെ കുറച്ച് രൂപം മാറ്റിയില്ല, അതൊക്കെ മതി. അപ്പോൾ ഒരു ദിവസം വരുമ്പോഴേക്ക് എൻ്റെ അമ്മയോടെയുണ്ട്, ഈ നമ്മൾ ഏട്ടിയമ്മയെന്ന് വിളിക്കുക, അച്ഛൻ ഏട്ടിയെന്ന് വിളിക്കുന്നുണ്ട്. അവരും ഒന്നും ഭാഷ ഉണ്ടാക്കിയില്ല. എനിക്ക് അതിനോട് ദേഷ്യം വന്നു, സങ്കടം വന്നു, കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഡൈനിങ് ടേബിൾ ഉണ്ട്, ഡൈനിങ് ടേബിൾ നമ്മൾ ഉപയോഗിക്കില്ല, കുട്ടികൾ, അച്ഛൻ മാത്രമേ ഉപയോഗിക്കൂ. നമ്മൾ കുട്ടികൾ നിലത്ത് പലക വിട്ടിരുന്നിട്ടാണ്. ആ പലക നിലത്തടിച്ച് ബഹളാക്കി, ഇത് കിട്ടാത്തതുകൊണ്ട്. അന്ന് ഞാൻ കുറച്ചും കൂടി ബാറ്റമ്പടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ വല്യമ്മ ഹംഗ്രി മാൻ ഇസ് ആൻ ആംഗ്രി മാൻ എന്ന് പറഞ്ഞു നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
പക്ഷേ എനിക്ക് അതിന് ഡീകോഡ് ചെയ്യുന്ന അന്ന് ഞാൻ ചെറിയ കുട്ടിയല്ല. പക്ഷേ 7ാം ക്ലാസ് ആയതുകൊണ്ട് അർത്ഥം മനസ്സിലായി. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി ഈ ഇപ്പോൾ ഞങ്ങളുടെ വീടിന് കുറച്ച് തെക്കുള്ള തടിയൻകോൽ സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഈ വല്യമ്മ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് വരെ അത്ര വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ കൃഷ്ണ മാഷ് എന്ന് പറയുന്നൊരു മാഷ് ക്ലാസ് എടുക്കുമ്പോൾ എന്തോ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ വാക്യമാണിത്: ഹംഗ്രി മാൻ ഈസ് എൻ ആംഗ്രി മാൻ. ഈ കൃഷ്ണമാഷ് ചില്ലറക്കാരനല്ല, പിൽക്കാലത്ത് കരുളൂർ സമരം നയിച്ച ആളാണ്. കരുളൂർ സമരത്തിൽ ബാനറ്റ് കൊണ്ട് കുത്തു കിട്ടിയിട്ട് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചികിത്സ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. സഖാവ് എ വി കുഞ്ഞമ്മൂൻ്റെ കൂടെ സെക്കൻഡ് ലഫ്റ്റനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന, പിന്നെ ദീർഘകാലം കരുളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹം ഈ സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തു, പിന്നെ തിരിച്ചു വാങ്ങാൻ പോയില്ല. പിന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം ആ വാക്യം അതാണ്, അത് ഭയങ്കര അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ ഇങ്ങനെ, അതൊക്കെ നമ്മുടെ പുസ്തകം പോലെ ഒരു വാക്യമേ ഉള്ളൂ, പക്ഷേ അതൊരു വലിയൊരു അന്തരീക്ഷം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ശ്രദ്ധ, ഞാൻ അധ്യാപക നിലയ്ക്ക് എപ്പോഴും ഈ വാക്കുകളുടെ കാര്യത്തിൽ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കാര്യത്തിൽ ശ്രദ്ധ വേണം കുട്ടികൾ. അതാ ഉണർവ്. അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ, ചില കുട്ടികൾക്ക് പരീക്ഷയിലെ താല്പര്യമുണ്ടാവും, എന്നാൽ നമ്മൾ അധ്യാപകരുടെ വലിയൊരു ഇതാണ്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും വായിക്കണമെന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, അത് ഏത് വിഷയമായാലും, ഞാൻ ഈ സാഹിത്യം മാത്രമല്ല, ഏത് വിഷയം കൂടുതൽ എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയില്ലേ, അത് പണ്ഡിത പ്രവർത്തനം അല്ലാതെ ക്ലാസ്സിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പ്രസരിക്കും വേണം. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ പുസ്തകത്തിൻ്റെ ലോകത്തേക്ക്, പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെറ്റിൽ നിന്ന് വായിക്കുന്ന പുസ്തകം തന്നെയല്ലേ, അല്ലാതെ ആ പുസ്തകം ഞാൻ സാധാരണ പഴയ സാമ്പ്രദായിക പുസ്തകമല്ല, നെറ്റിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ നെറ്റ് വായിക്കുന്ന തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് അധ്യാപകരുടെ ഭാഗത്ത് വലിയ ഇതുണ്ട്. അധ്യാപകരൊക്കെ സ്വാധീനം ഇപ്പോഴത്തെ ഈ ആഴമില്ലാത്ത മീഡിയ ഒരുപാടുണ്ടല്ലോ, അക്കാലത്ത് നല്ല അധ്യാപകരെ ആവശ്യപ്പെടുന്നുണ്ട് ശരിക്കും. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമല്ലോ കുട്ടികൾക്ക്, വ്യക്തിത്വം. ഈ നെറ്റിന് കൊടുക്കാൻ പറ്റില്ല, നെറ്റിന് ഈ വായിക്കുന്ന ആളാരെന്ന് അറിയുന്നുള്ളൂ. അപ്പോൾ ഈ മനുഷ്യത്വത്തോടു കൂടിയുള്ള ഡീഹ്യൂമനൈസ്ഡ് അല്ലാത്ത ഒരു ദൈക്ഷണിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് പറ്റും. അത് അങ്ങനെയൊന്നും ഉള്ള ആലോചനകൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല. ശമ്പളം കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അത് ഈ ഗ്രന്ഥശാലകളെ ദൈക്ഷണികമായി നിയന്ത്രിക്കുന്നത് ഇപ്പോൾ പ്രസാധകരാന്ന് പറയാം. ആണ് ഈ പ്രധാനമായിട്ടും വലിയ പ്രസാധകർ, അവർ കൂടുതൽ കമ്മീഷൻ കൊടുക്കും, അങ്ങനെ പല ഇതുണ്ടാവുമല്ലോ. അവിടെ ചെറിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസാധകർ ഇറക്കുന്നുണ്ട്, അതൊന്നും വായനശാലയിൽ എത്തുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ പുസ്തക സിലക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ലൈബ്രറി കൗൺസിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനോട് ചെയ്യാവുന്ന പല കാര്യങ്ങളും. ഒരു കാര്യമാണ് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ, നല്ല വായനക്കാരുടെ ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് വായനശാലയായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. അവർക്ക് വായനശാലയിലെ ഭാരവാഹികളാവാൻ സമയമോ താല്പര്യം ഉണ്ടാവണം. പിന്നെ വായനക്കാരിൽ നിന്ന് ലിസ്റ്റ് ക്ഷണിക്കണം. ഇത് ആർക്കും അഭിപ്രായം പറയാമല്ലോ. ലൈബ്രറി അംഗങ്ങളിൽ നിന്ന് ലിസ്റ്റ് ക്ഷണിക്കണം. പിന്നെ നമ്മൾ പിന്നെ ഈ നല്ല ഒരുക്കത്തോടു കൂടി പോയിട്ട് മൊത്തം നടന്നു നോക്കിയാലും വേണം. ഈ ലൈബ്രറീൻ്റെ ഈ പുസ്തക അല്ലാണ്ട് ഓരോ പുസ്തകങ്ങൾ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വാങ്ങിക്കാതില്ല, അനായാസമായിട്ട് അവിടുത്തെ തിരക്ക് കൊണ്ടും മറ്റുമാണ് വളരെ പെട്ടെന്ന് ആളുകൾ ഈ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് ഒരു പക്ഷേ. അതല്ലാതെ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ വായനശാലയിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നത് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള ലൈബ്രറികളിൽ 1-2 ആളെ വായിക്കുന്നുണ്ടോ, ഇത് എത്രയോ ആളുകൾ വായിക്കുന്നതല്ലേ. പക്ഷേ ഇങ്ങനെ പിന്നെ ഈ സാധാരണ ടേസ്റ്റുള്ള പുസ്തകങ്ങളും വേണം, അല്ലാതെ ബുദ്ധിജീവി പുസ്തകങ്ങൾ മാത്രം പോരാ. അതിൽ 10% ഉണ്ടായാൽ തന്നെ ഗംഭീരമായി. പല നിലക്കളുടെ ഇപ്പോൾ ചെസ്സിനെ കുറിച്ചും ക്രിക്കറ്റിനെ പറ്റിയുള്ള ആ പുസ്തകങ്ങളൊക്കെ പലതരം പുസ്തകങ്ങൾ വേണം. അങ്ങനെയുള്ള ഈ ഈ സിലക്ഷനിൽ കൊണ്ടുവരാൻ പറ്റാത്തത് ഒരു വിഷയമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമെന്ന് വിചാരിക്കുന്നില്ല. സിലക്ഷൻ ഷുഡ് ബി എ വെരി ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി. ആ നിലക്കുള്ള ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് ഉണ്ടാവണം. അത് ഉണ്ടാവുന്നില്ല. ഇല്ല, ഞങ്ങൾക്ക് ലൈബ്രറി നിൽക്കുമ്പോൾ ലിബർട്ടിന്ന് ഓർമ്മ വരും. ഞാനേതോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു വല്ലാത്ത ദൃശ്യം ഓർമ്മ വന്നു, അത് പറയാം. ഈ പിന്നെ ജർമ്മനിയിലെ ലൈബ്രറി പ്രസിദ്ധമായിട്ട് യൂണിവേഴ്സിറ്റിയാണ്, ജർമ്മൻ വാക്കായതുകൊണ്ട് തലയിൽ നിൽക്കുന്നില്ല. അതിൻ്റെ കോർട്ട്യാർഡുണ്ട്, മുറ്റം. ആ മുറ്റത്ത് ആളുകൾ, ഈ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. ആ മുറ്റത്ത് ഒരു ഗ്ലാസിൻ്റെ ഇതുണ്ട്. അവിടെ ആ ഗ്ലാസ് ഉള്ളോട്ട് നോക്കുമ്പോൾ കാലിയായ ഷെൽഫാണ് കാണുക. മുറ്റത്ത് താഴോട്ടാണ്, മണ്ണില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ ഈ മുറ്റത്തേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശൂന്യമായ ലൈബ്രറി എന്ന ഒരു ഇമേജ്, ആ ഉപയോഗം ഹിറ്റ്ലറുടെ കാലത്തെ അവർ വിമർശിക്കുന്നിപ്പോൾ. അപ്പോൾ അതാണ് ഇത്. ഇങ്ങനെ 100 കണക്കിന് സാധ്യതകൾ ലൈബ്രറി എന്ന സാധനത്തിനുണ്ട്.
ആ നിലക്കുള്ള ഒരു അന്വേഷണം. അതേപോലെ ഈ ട്രാവൽ വീഡിയോയിൽ കണ്ടതാണ്, എനിക്ക് അതൊന്നും മറന്നുപോയി, അതിൻ്റെ ഡീറ്റെയിൽസ് മറന്നുപോയി, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് മറന്നുപോയി. പക്ഷെ അതൊരു മറക്കാനാവാത്ത ദൃശ്യമാണ്. അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് ഈ ലൈബ്രറികൾക്ക്. അത് വലിയൊരു നാട്ടിൽ ലൈബ്രറി വന്നാൽ ആ നാട്ടിൽ ചലനം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആ നിലക്ക് ഇതൊരു ഔദ്യോഗിക സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ഈ ലൈബ്രറി കൗൺസിൽ ലൈബ്രറികൾക്ക്. അതും അതിൻ്റെ നേതൃ തലത്തിലുള്ള ആൾക്കാർ അങ്ങനെ ആലോചിക്കുന്നൊന്നുമില്ല. പക്ഷേ പ്രായോഗികമായിട്ട് അങ്ങനെയാണ് വരുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി അതിൻ്റെ ഭാരവാഹിയാവുമെന്ന് പറയുന്നത് അങ്ങനെ ആയിക്കൂടാ. അതൊരു ഇളക്കമുണ്ടാകുന്ന സ്ഥാപനമായിട്ട് മാറ്റണം ഒരുപാട്. പിന്നെ അതൊരു ലോക്കൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിക്കണം. ഇപ്പോൾ വായനക്കാരുടെ ഈ കൂട്ടായ്മ, അത് ചിലവൊന്നുമില്ല, മൈക്ക് പോലും വേണ്ട. ഒരു 2 ആഴ്ച ഒരിക്കൽ മറ്റോ ഒരു പുസ്തക ചർച്ച, അത് ഔപചാരിക സ്വാഗത പ്രസംഗം, അതിൻ്റെ പേര് അഭിപ്രായം പറയാം, തുറന്ന് സംസാരിക്കുക. അങ്ങനെ പുസ്തകത്തെ ജീവനുള്ള ആക്കി മാറ്റാൻ പറ്റും. ഈ ശരിക്കും മനുഷ്യർ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യം. ഈ ഭാര്യയും ഭർത്താവും തുറന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് അങ്ങനെ പൊതുവായി സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. അമ്മയുടെ അമ്മ ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഭാര്യയും ഭർത്താവും കൂടുതൽ സംസാരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ വെളിച്ചം കൂടിയിട്ടുണ്ട്, വീടിന് സുഗന്ധം വർദ്ധിച്ചിട്ടുണ്ട്, വീട് കുറേ കൂടി മനുഷ്യത്വം ഉള്ള സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആളുകൾ ഇടപെടുമ്പോഴാണ് സ്ഥാപനം നന്നായിട്ട് വരിക. അപ്പോൾ ഈ വായനക്കാരുടെ അനൗപചാരിക കൂട്ടായ്മകൾ ലൈബ്രറികളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ പുസ്തകത്തെ ജീവിപ്പിക്കാൻ പറ്റുക. വളരെ അൺഇമ്പോർട്ടൻ്റായിട്ട് മൂലക്ക് വെച്ച പുസ്തകമെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതെ. അങ്ങനെ അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് ചിത്രകല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സാഹിത്യമായിട്ട് വളരെ സാഹിത്യം മാത്രമല്ലല്ലോ, ഈ നമ്മൾ അറിവല്ലേ. അപ്പോൾ അതൊക്കെ വരേണ്ടതുണ്ട്. ഈ വായനശാലയിൽ ഈ ഗാന്ധിയുടെ ഒരു പടമുണ്ട് ഞങ്ങളുടെ വായനശാലയിൽ ഇവിടെ. അത് ദുർബലനായ മെലിഞ്ഞ ഗാന്ധിയാണ്. അപ്പോൾ നിരാശനായിട്ടുള്ള ഗാന്ധി. അപ്പോൾ അതൊരു ക്രിട്ടിക്കലായിട്ടുള്ള പോയിൻ്റാണ്. ഗാന്ധിക്ക് നിരാശയുണ്ട് എന്നല്ല ഇപ്പം നമ്മൾ പണ്ട് പറയില്ല. പണ്ട് ഗാന്ധി അവനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ, ഗാന്ധിക്ക് ഒരുപാട് നിരാശയുണ്ട്. എല്ലാ ചിന്തിക്കുന്ന മനുഷ്യർക്ക് നിരാശ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നൈരാശ്യത്തെ വിഷാദ ഗാന്ധി എന്നുള്ള പേരിൽ ഞാനിതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് ഈ വായനശാലയിലെ പടത്തെ പറ്റിയിട്ട്. അത് കൃഷ്ണൻകുട്ട എന്ന് പറയുന്ന കാനായി കുഞ്ഞിരാമൻ്റെ ഗുരുവായിരുന്നു. കാനായി കുഞ്ഞിരാമൻ നീലേശ്വരത്തെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ ആദ്യം ചിത്രകലയിലായിരുന്നു ശില്പം, പിന്നെ കൊണ്ടുവന്ന ആളാണ് ഈ കൃഷ്ണൻകുട്ട മാഷ്. അത് ആലപ്പുഴക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഓയിൽ പെയിൻറ്റിങ് കൊണ്ടുവന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഗാന്ധിയുടെ ഒരു പുതിയ റീഡിങ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ എന്തെല്ലോ ഓരോ ലൈബ്രറീൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചു. പിന്നെ ലോക്കൽ ഹിസ്റ്ററി, ലൈബ്രറികൾക്ക് ലോക്കൽ ഹിസ്റ്ററി ശേഖരിക്കാനുള്ള പ്രത്യേകിച്ച് ചുമതലയുണ്ട്. ഓരോ ലോക്കൽ ഹിസ്റ്ററി അവർക്കെല്ലാം അറിയും. അതിനുവേണ്ടി മറ്റ് സ്ഥാപനങ്ങളൊന്നുമില്ല. സ്കൂളിൽ പറ്റുമെന്നല്ല തന്നെ, പക്ഷേ സ്കൂളുകൾ സ്റ്റാഫും കുട്ടികളൊക്കെ മാറി പോകുന്നതുകൊണ്ട് പറ്റില്ല. ഇത് ലോക്കൽ ഹിസ്റ്ററി നിരന്തരമായിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ കല്യാണ കത്തുകളുടെ ഒരു കളക്ഷൻ തന്നെ വലിയൊരു സംഗതിയായിരിക്കും. ഒരു നാട്ടിലെ കല്യാണ കത്തുകൾ ഉണ്ടെങ്കിൽ ആ കല്യാണ കത്തുകൾ ശേഖരിച്ചിട്ട് ഒരു 2-3 കൊല്ലത്തെ കല്യാണം ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് വെക്കുക. അത് ഭാവിയിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പൊതുപരിപാടികൾ, ഉത്സവങ്ങളുടെ നോട്ടീസുകൾ, അങ്ങനെയുള്ള നമ്മൾ സാധാരണ ഒരു കൺവെൻഷണൽ ലൈബ്രറിക്ക് പുറത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോട്ടീസുകളുടെ കാര്യത്തിൽ 100 കണക്കിന് കാര്യങ്ങൾ വ്യത്യാസം വന്നില്ലേ. പണ്ട് ഒരുപാടുണ്ട്. പണ്ട് മാന്യരെ എന്നല്ല എഴുതും, ഇപ്പം ആക്കുന്ന ആരും എഴുതൂല. ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ കല്യാണ കത്തുകളെക്കുറിച്ച് വലിയ പഠനം വിദേശത്തൊക്കെ നടന്നിട്ടുണ്ട്, വലിയ പഠനങ്ങൾ. പിന്നെ ആ ഗ്രാമത്തെക്കുറിച്ചുള്ള പത്രവാർത്തകൾ മാത്രം വെട്ടി സൂക്ഷിക്കുക. പത്രമൊന്നും വിൽക്കാതിരിക്കാൻ പറ്റില്ല. പത്രങ്ങൾ ഒരുപാട് ഉണ്ടാവില്ലേ. അപ്പോൾ അതിനുള്ള സ്ഥിര സംവിധാനം ഉണ്ടാവുക. ഈ മാണിയാട്ട് ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം എടുത്ത ലൈബ്രറികളിൽ വെട്ടി വെക്കുക. എല്ലാ ദിവസവും ഉണ്ടാവും എന്നൊരു വാർത്ത. നിസ്സാര വാർത്തയായിരിക്കും, കാറ്റിന് വാഴ തോട്ടം പോയി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അത് അങ്ങനെയുള്ളൊരു ലോക്കൽ സർവകലാശാല പോലെ എളിമയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് ലൈബ്രറികൾ മാറുന്നുണ്ട്. അല്ല പുസ്തകങ്ങളുടെ ഒരു ആലയം മാത്രമല്ല ഈ വായനശാല, ലൈവാക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു വിശാല വീക്ഷണം, പൊതുവെ ക്രിയേറ്റീവായിട്ടുള്ള വീക്ഷണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അതിൻ്റെ പോസിബിലിറ്റി അറിഞ്ഞുകൂടാ. അവിടെ ലൈബ്രറി കൗൺസിലിന് വലിയ സ്ഥാപനമാണ് ലൈബ്രറി കൗൺസിൽ. മാത്രമല്ല ഈ ലൈബ്രറി കൗൺസിലിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടല്ല, നമ്മൾ ഈ കെട്ടിട നികുതി അടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ ആശയപരമായി ഇടപെടാനുള്ള അവകാശവും അർഹതയുണ്ട്. ഗവൺമെൻറ് പോളിസി ആയിക്കൂടാത്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഷിഫ്റ്റ് എന്ന് പറയില്ലേ, ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു വിച്ഛേദം, ഒരു പുതുമ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ട്. ഇപ്പോൾ അത് പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഈ വടക്കൻ ഭാഷയിൽ പുതിയ വാക്കുകളൊക്കെ ഈ വായനയിലൂടെ ധാരാളം വന്നിട്ടുണ്ടാവും. അത് ഈ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിനുള്ളിൽ തന്നെ പല മലയാളങ്ങളുണ്ടല്ലോ.
അപ്പോൾ ഈ മാനക മലയാളം എന്ന് പറയുന്ന ഈ പത്രങ്ങളിൽ വരുന്ന മാനക മലയാളം, സ്റ്റാൻഡേർഡ് മലയാളം, അതിനപ്പുറത്ത് അതിന് ജീവൻ കുറവാണ്. മനുഷ്യർ സംസാര ഭാഷക്കല്ല ജീവൻ. അപ്പോൾ ഈ സംസാര ഭാഷ ഈ നാടകങ്ങളിലും നോവലുകളിലും കഥകളിലും അങ്ങനെ ഉണ്ടാവുക. അതെല്ലാം പരിചയപ്പെടാൻ നമുക്ക് ഈ വായനകളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ വായിക്കുന്നവരെ കേരളം കുറേ കൂടി വലുതാണ്. വായിക്കുന്നവരെ ലോകം തന്നെ വലുതാണ്. അസ്വാസ്ഥ്യം കൂടും. വായിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ ഭാഷാബോധം സ്വാഭാവികരുണ്ടാവും. നമുക്ക് ഉദാഹരണങ്ങൾ കിട്ടുമല്ലോ. ഒരു കാര്യം പറയാനും മനസ്സിലാക്കാനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ, ഈ തത്തുല്യമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ വേറെ പുസ്തകങ്ങളിൽ കിട്ടുമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള സംഗതി ഈ മാനസിക ഉല്ലാസമല്ല, അസ്വാസ്ഥ്യമാണ്. അറിവ് എപ്പോഴും അസ്വാസ്ഥ്യത്തിൽ നയിക്കുക. പക്ഷേ ആ അസ്വാസ്ഥ്യം പോസിറ്റീവാണ്. അല്ല, മുതലാളിത്തം പറയുന്നത് നിങ്ങളിങ്ങനെ ഹാപ്പി ഗോലക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്, ഇങ്ങനെ അടിച്ചു പൊടിച്ച് ജീവിക്കാമെന്നല്ലേ. അങ്ങനെ ജീവിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ഈ ലോകം അസ്വാസ്ഥ്യത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണെന്ന് മനസ്സിലാക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ആദ്യത്തെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളെ കുറേയും കൂടി ഇൻഫോംഡായിട്ടും മാറ്റാൻ വേറെ കുറച്ചും കൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രവൽക്കരിക്കാൻ പിന്നെ നമ്മുടെ ഈ പുസ്തകങ്ങൾ സഹായിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പല ഭാഷകളുണ്ടെന്ന് അറിയുക തന്നെ വലിയ അറിവാണ്. ഈ വേൾഡും ഏതാണ്ട് ഒന്നാ വലിയ വെച്ചാൽ അതെ, അത് വളരെ ബന്ധമുള്ള വാക്കുകളാണ്. എങ്ങനെ ഒന്നും അറിയില്ല അത്. അല്ല, അത് ഒരുപാടുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ആലോചിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു പുസ്തകത്തെ മുൻനിർത്തി അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കവിതകളും മറ്റും വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നത്. ശരിക്കും അർത്ഥങ്ങളുടെ ഈ ചെറിയ അത്രയില്ല, കഥ പോലെ വിശദീകരിച്ച് വരുമല്ലോ. കുറേ ചെറിയൊരു സ്ട്രക്ചറായിരിക്കും കവിതയ്ക്ക് ഉണ്ടാവും. പക്ഷേ അതിൽ ഭയങ്കരമായ അർത്ഥങ്ങൾ വരുന്നതിൽ ഞാൻ പണ്ടൊരു കവിതാ വായനക്കാരനായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് മറ്റും മലയാള കവിത, ഇംഗ്ലീഷ് കവിത നമ്മൾ പിന്നെ അക്കാദമിക്കായിട്ട് വായിക്കുന്നുണ്ട്. മലയാള കവിതകൾ അങ്ങനെ വായിച്ചതോടെ ഞാൻ അധ്യാപനമൊക്കെ ആയതിനു ശേഷം എഴുത്തുമായി ബന്ധപ്പെട്ട് മറ്റുമാണ്. അപ്പോഴാണ് നമ്മളെ കവിത വലിയ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട കവിതാ ഭാഷയാണ് മലയാളം എന്നൊക്കെ മനസ്സിലായത്. അത് ഈ അർത്ഥങ്ങൾ ഇങ്ങനെ ഒരുപാട് കംപ്രസ്ഡ് എന്ന് പറയില്ലേ, ഇങ്ങനെ വെക്കാനുള്ള കഴിവ് അത് കവിതാ ഭാഷയിൽ നിന്ന് കിട്ടും. അത് നല്ലതാണ്. കവിത അതറിയുന്നതല്ല, ഭാഷയ്ക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആറുകൾ ഒഴുക്കു തിരയുന്നു ONV ആണ്. ഇപ്പോൾ ONVയുടെ വരിക അതുണ്ടാക്കുന്ന അത് ഞാൻ പെട്ടെന്ന് തോന്നുന്ന ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ആറുകൾ ഒഴുക്കു തിരയുന്നു, ദ റിവേഴ്സ് ആർ ഇൻ സെർച്ച് ഓഫ് ഫ്ലോ. അത് വെള്ളം പറ്റിയെന്ന് പറഞ്ഞാൽ മതി, വലിയ വരികയല്ലേ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഗംഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നതെന്നാണ്. ദാറ്റ്സ് വിറ്റ് ഫ്ലോസ്, അതാണ് ഗംഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഗമിക്കുന്ന എല്ലാം കൊണ്ട് ഏത് പുഴക്കും ഒഴുകുന്നുണ്ടും ഗംഗ എന്ന് പേരിടാം. അപ്പോൾ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിന് അബോധമായിട്ടുണ്ട്. അങ്ങനെ ആ ഗംഗ എന്നൊരു സംസ്കൃത വാക്കുന്നതാണ് ഈ ആറുകൾ ഒഴുക്കു തിരയുന്നു എന്ന് പറയുന്ന വരി ഉണ്ടായത്. അതൊക്കെ അങ്ങനെയുള്ള ഭയങ്കര ഉണർവ് കിട്ടും നമുക്ക്. വലിയ ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും അത് കിട്ടും. ലോട്ടറി അടിച്ച സന്തോഷമില്ല, ഒരു പരിഭ്രാന്തിയല്ല ഉണ്ടാവില്ല. അവിടെ ആ പ്രയോഗം ശരിയല്ല. പിന്നെ വലിയ അങ്ങനെ ഒരുപാട് ഈ ഭാഷാനുഭവങ്ങൾ, അല്ലാണ്ട് ഒരു തീമിൻ്റെ അനുഭവങ്ങൾ അല്ല, ഇങ്ങനെയുള്ള സൂക്ഷ്മ ഭാഷാനുഭവങ്ങൾ. അത് ഇപ്പോൾ നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചില പുസ്തകങ്ങളിൽ നിന്നും കിട്ടും. അത് എന്നെ വല്ലാണ്ട് മതിപ്പിക്കുന്നുണ്ട്. ഈ സാധനം പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ മണം അതൊന്നും അങ്ങനെ ബാധിക്കില്ല. ഇല്ല. അത് പണ്ടൊന്നും പുസ്തകത്തിൻ്റെ മണം അങ്ങനെ കിട്ടില്ല. ഈ പാൻഷനിലെ പഴയ പുസ്തകം മറ്റുമായിരിക്കില്ലേ, അങ്ങനെ കിട്ടില്ല. ഇപ്പോഴാണ് ഈ പുസ്തകങ്ങൾ ധാരാളം വരുന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ മണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ അത്രയും തോന്നിയില്ല. ഇഷ്ടമാണ് ആ മണം. പിന്നെ നമ്മൾ പിന്നെ ഒരു ആദ്യരാത്രി സങ്കല്പം എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾ പെട്ടെന്ന് നമുക്ക് ഈ പുസ്തകങ്ങൾ അങ്ങനെ പുതിയ പുസ്തകം കിട്ടിയാൽ ഉടൻ തന്നെ വായിക്കാൻ തുടങ്ങില്ല. അതിനൊരു ഓമനിക്കലും മറ്റുമുണ്ട്. നമ്മളതിനൊന്നും നമ്മൾ സ്വന്തമാക്കുന്ന പോലെ അതുണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് ബാലിശാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പുസ്തകം കിട്ടിയ ഉടനെ വാർത്തി പിടിച്ച് വായിക്കാൻ പറ്റില്ല. കുറച്ച് സമയമല്ല, അതിനോട് ഇണങ്ങാൻ വേണ്ടിയിട്ട് ഒരു സമയമെടുക്കും. അതൊക്കെ സാധാരണ ഉണ്ടാകുന്ന കാര്യം. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മലയാളി പണ്ട് ഈ സാക്ഷരത നമുക്ക് വളരെ കുറവല്ലേ. അതിനുശേഷം ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൂടാ. ഈ ഓരോ മതത്തിനും അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. സക്കറിയ പറയുന്നുണ്ട്, ഞാൻ ബൈബിൾ മാത്രം വായിച്ച ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീടുകളിൽ ഓരോ മതവുമായിട്ട് ബന്ധപ്പെട്ട വായനകൾ, അതായിരിക്കും അടുത്ത ഘട്ടം. പിന്നെ സ്കൂളുകളിൽ ലളിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ലളിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ ലളിതമല്ലാത്ത അർത്ഥങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന അധ്യാപകർ ഒറ്റക്കും തെറ്റക്കും അവിടെ ഇവിടെയെല്ലായിട്ടുണ്ടായിരുന്നു. അവരാണ് ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ. അങ്ങനെ ഉണർന്ന ആൾക്കാരാണ് ലൈബ്രറികളിൽ നിന്ന് നല്ല പുസ്തകങ്ങളെടുത്ത് വായിക്കുകയും കുറേ ആൾ എഴുത്തുകാരായിട്ട് മാറുകയൊക്കെ ചെയ്ത് അവർക്ക് ലോകം വേറെ ഒന്നായി മാറി.
അത് തുടരുന്നു. അത് അല്ലാണ്ട് രണ്ട് തരം മനുഷ്യർ കേരളത്തിലുണ്ട്. വെറും ഈ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തി വായിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അങ്ങനെ അത് നോളജ് ഇൻഫർമേഷനിൽ വാക്ക് നോക്കിയാൽ മനസ്സിലാവും. നോളജ് ചരിത്രമുണ്ട്, ഇൻഫർമേഷനിലൊന്നുമില്ല. അത് എൻ്റെ ഒരു പ്രൊഫസർ പറയാറുണ്ട്, ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് ദ ഇൻഫർമേഷനിൽ ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് ദ അകത്തിൻ്റെ രൂപീകരണമില്ല. അത് ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ. വിവരവും അറിവും എന്ന് പറഞ്ഞാൽ അത് ഒരു അഡീഷണൽ കണ്ണാണ്, ലോകത്തെ വേറെ നിലക്ക് നോക്കാം. അതാണ് ഈ പുസ്തകങ്ങളുടെ ഒരു ഘടന. എല്ലാവരും വായിക്കുന്ന പുസ്തകം ഒന്ന് തന്നെയായിരിക്കും. ഒരു ലൈബ്രറിയിൽ 5012ാമത്തെ പുസ്തകമായിരിക്കുമാണ് എല്ലാവരും വായിക്കുന്നത്. പക്ഷേ വായിക്കുന്ന ആളുകൾ വ്യത്യസ്തമായതുകൊണ്ട് ചില ആൾ ഇൻഫർമേഷനായിട്ട് വായിക്കും, ചില ആൾ നോളജായിട്ട് വായിക്കും. അതിപ്പോൾ സാഹചര്യവശാൽ ഞാൻ ഹോം ലൈബ്രറീൻ്റെ ഒരാളാണ്. കാരണം പെട്ടെന്ന് നമുക്ക് അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് നമുക്ക് ചെറിയ വരുമാനം ഉണ്ട് എന്നുള്ളതായിരിക്കും ഒരു കാരണം. പണ്ട് നാട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഹോം ലൈബ്രറികൾ പൊതുവേ കുറവായിരുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം. ലൈബ്രറിയിലൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം ഉണ്ടാവണമെന്നില്ല. നമുക്ക് കിട്ടിയ ഉടനെ വാങ്ങിക്കും. അത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇനി എനിക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും അറിയില്ല, അങ്ങനെ ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് അറിയുന്നവർക്ക് അപ്പോൾ തന്നെ പുസ്തകം വാങ്ങിക്കാമല്ലോ. പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ നടക്കൂ. പക്ഷേ നല്ലതാണ് നമുക്ക് ലൈബ്രറി. പിന്നെ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാതെ വായനശാലയിൽ പോകുമ്പോഴും ആ പുസ്തകം ഉണ്ടാവണമെന്നില്ല, മറ്റാരും കൊണ്ടുവരുന്നുണ്ടാവില്ലേ പെട്ടെന്നൊരാവശ്യത്തിനൊക്കെ. ഇപ്പോൾ ഞാൻ ഈ നിരൂപണം വിമർശനമൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ വലിയ ഹോം ലൈബ്രറി എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ചില ആവശ്യമുള്ള പുസ്തകങ്ങൾ ഉണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളിങ്ങനെ നമുക്ക് പല വന്നു ചേരുകയും ചെയ്യും നമ്മൾ വാങ്ങാതെ. അതും അതിൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഈ പുസ്തകം ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ നിസ്സാരമായ പുസ്തകങ്ങളും ഒരു ഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റായി വരും. ഈ കൾച്ചറൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന കാര്യം വന്നില്ല, സംസ്കാര പഠനം, അതിൽ എല്ലാത്തരം മെറ്റീരിയലും ആവശ്യമാണ്. അതിപ്പോൾ നമ്മൾ നേരിടുന്ന സംഘർഷമാണ്. ഇപ്പോൾ പത്രം നമ്മൾ വിൽക്കാറുണ്ട്. ആ സ്വാഭാവികമായിട്ടും ഇവിടെ 2 പത്രം വരുത്തുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കുറേ ഇവിടെ എന്താ സൂക്ഷിക്കാൻ പറ്റില്ല, ആർക്കും ഏത് ഒരു വീട്ടിലും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടമാവും പത്രം വിൽക്കുമ്പോൾ. അപ്പോൾ ഒരു പത്രത്തിൽ ഒരു വാർത്ത നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഡീറ്റെയിലായിട്ടെല്ലാം കിട്ടുന്നതുകൊണ്ട് മാതൃഭൂമി ഞാൻ പറഞ്ഞില്ല, എല്ലാം ഡീറ്റെയിലായിട്ട് കിട്ടും, പൈസ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാ പുസ്തകം ഇപ്പോൾ ഈ നോളജിനെ കുറിച്ച് സങ്കല്പം മാറി. ഒരു നിസ്സാര പുസ്തകത്തിന് ഒരാളുടെ പേഴ്സണൽ ഡയറി എല്ലാം പ്രധാനമായി തീരുന്നില്ലൊരവസ്ഥ ഉണ്ട്. ഈ കൾച്ചറൽ സ്റ്റഡീസ് എന്ന സാധനം ലോകത്തിലുണ്ടാക്കിയ മാറ്റം വലിയ നിലക്കുള്ളതാണ്. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് മാത്രമൊന്നുമല്ല, സാധാരണ ഓർഡിനറി നോളജിനും പ്രാധാന്യമുണ്ട്. കൾച്ചർ ഈസ് ഓർഡിനറി, അതൊരു വാക്യം തന്നെ വന്നില്ലേ. സംസ്കാരം എന്ന് പറയുന്നത് സാധാരണമാണ്, സവിശേഷമല്ല. അതുകൊണ്ട് പുസ്തകങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടി വരുന്നൊരു പ്രശ്നം ഈ ഹോം ലൈബ്രറികൾക്ക് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു ദർശനമുണ്ട്. പക്ഷേ അത് പലപ്പോഴും പറ്റില്ല.